അത്യാവശ്യം എല്ലാ ചെളിയിലും ചേറിലും ഞാൻ ചവിട്ടും. അതൊരു ത്രില്ല. എന്നുവെച്ചാ തനിക്ക് മനസ്സിലായില്ലേ? പരസ്ത്രീ ബന്ധം. അതിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ അഡ്മിഷൻ കിട്ടും. അല്ലെങ്കിൽ അഡ്മിഷന്റെ കാര്യം അങ്ങ് മറന്നേക്കെ. സർ പ്ലീസ് സർ. നോ എക്സ്ക്യൂസ്. നെക്സ്റ്റ്. കുട്ടിയൊന്ന് മാറിയെന്നേ. ഡോക്യുമെന്റ്സ് ഇല്ലാതെ പറ്റില്ല. സർ നോ എക്സ്ക്യൂസ്. കുട്ടിയൊന്ന് മാറി നിൽക്കുക. തനുവാ. മഹി എത്തിയോ? ഞാൻ കരുതി ആള് പേടിച്ച് മുങ്ങിക്കാണോന്ന്. ഞാൻ എന്തിനാ തന്നെ പിടിച്ചു മുങ്ങുന്നത്? തന്റെ പേരെന്തായിരുന്നു? അവിടെ വെച്ച് പേര് പറഞ്ഞതാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ല. ദക്ഷ. ദക്ഷ ദയാശങ്കർ. ഇനി ശ്രദ്ധിച്ചാ മതി. ഓ. ഞാൻ മഹിക്ക് എന്നെ കുറിച്ചൊരു പിക്ചർ തരാം. അച്ഛൻ എന്നെ US അയച്ച് പഠിപ്പിക്കാനായിരുന്നു ഇഷ്ടം. എബ്രോഡ് എനിക്കിഷ്ടമേ അല്ല. എനിക്ക് ഇവിടെ തന്നെ പഠിക്കാനാ എന്നും ഇഷ്ടം. ഇവിടത്തെ പോലെ US പൊളിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെയാണെങ്കിലല്ലേ ഓണറബിൾ മിനിസ്റ്റർ ദയാശങ്കറിന്റെ മകൾ ദക്ഷ ദയാശങ്കറായി ആറി പറന്ന് നടക്കാൻ പറ്റൂ. ഐ വോണ്ട് ടു എൻജോയ് മൈ ലൈഫ്. മഹി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനും ദക്ഷയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു എബ്രോഡ് ലൈഫാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല ദക്ഷ ഒരുപാട് ജീവിതം അടിച്ചുപൊളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ. ഞാൻ മറ്റൊരു ലെവലില ജീവിതം തന്നെ ആസ്വാദനം എന്ന് കരുതുന്നത്. ഓരോ നിമിഷവും ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഞാനും ദക്ഷയായിട്ടുള്ള ലൈഫ് ഒരിക്കലും സെറ്റാവുമെന്ന് തോന്നുന്നില്ല. What are you talking, Mahi? ഒരു പെണ്ണാകുമ്പോൾ എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വന്തം തുടങ്ങിയ ചില സ്വാർത്ഥ ചിന്തകളൊക്കെ ഉണ്ടാകും. ആ ഒരു പരിധിപ്പെടുന്ന ആളല്ല ഞാൻ. എക്സ്ക്യൂസ് മീ. എനിക്ക് രാവിലെ 2 പഫ് എടുക്കണം. അതെപ്പോഴും എൻ്റെ കൈ കാണും. ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മരുമകന്റെ കയ്യിൽ എപ്പോഴും ഈ സാധനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ലോജിക്കേടാ. മഹി ഉദ്ദേശിക്കുന്നത് കഞ്ചാവാണോ? അതെ, രാവിലെ 2 പുക പോയാലേ എനിക്കൊരു സുഖം വരും. ഏകദേശം ഒരു ഉച്ചവരെ. പിന്നെ സമയം പോകുന്നത് അറിയില്ല. പിന്നെ വൈകുന്നേരത്തെ പെഗ്, അതിന് പിന്നെ കയ്യും കണക്കൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ ബോധം പോകുന്ന വരെ കുടിക്കും. പിന്നെ മറ്റേത് മാത്രം തന്നോട് ഒളിച്ചു വെച്ചിട്ട് എന്തിനാ? അത്യാവശ്യം എല്ലാ ചെളിയിലും ചേറിലും ഞാൻ ചവിട്ടും. അതൊരു ത്രില്ല. എന്നുവെച്ചാ തനിക്ക് മനസ്സിലായില്ലേ? പരസ്ത്രീ ബന്ധം. അതിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. വേണമെങ്കിൽ പേരിനൊരു കല്യാണമാകാം. പക്ഷേ കെട്ടുന്നത് ആരായാലും ഈ പോക്കിനൊരു ക്രോസ് നിൽക്കരുത്. താലി കെട്ടിയതിന്റെ പേരിൽ ഈ മഹി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. ആലോചിച്ച് താനോട് ഡിസിഷൻ പറ. അല്ലെങ്കിൽ താലികെട്ടും ഡിവോഴ്സും ഒക്കെ ഏകദേശം അടുത്തടുത്തായിരിക്കും. രമാദേവി ആന്റി സ്വന്തം മോന്റെ കയ്യിലിരിപ്പൊന്നും അറിഞ്ഞു കാണില്ല അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനൊരു കല്യാണാലോചനയ്ക്ക് ആന്റി ഇറങ്ങി തിരിക്കില്ലായിരുന്നല്ലോ. അവിടെയാണ് ദക്ഷയ്ക്ക് തെറ്റിയത്. അമ്മ
എന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനൊരു കല്യാണാലോചനയ്ക്ക് ഇറങ്ങി തിരിച്ചത്. ഒരുപക്ഷെ കല്യാണം കഴിപ്പിച്ച് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള അവസാനത്തെ ശ്രമമായിരിക്കും. അമ്മയല്ല ആര് വിചാരിച്ചാലും എന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയില്ല. ദക്ഷയ്ക്ക് ബോയ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഞാൻ എന്റെ മനസ്സ് ഒരാണിനെ നൽകിയിട്ടില്ല. എന്നാ ഞാൻ അങ്ങനെയല്ല. എന്റെ മനസ്സ് ആദ്യം കവർന്നത് ആദ്യം ഒരു മാനസയായിരുന്നു. പിന്നെ അവളിലൂടെ അവളുടെ അനുജത്തി മീരയുടെ മനസ്സ് സ്വന്താക്കി. പക്ഷെ മീരയ്ക്ക് ആവശ്യം സ്നേഹമല്ലായിരുന്നു, അവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരു ബെസ്റ്റി. എനിക്കും ഏറെക്കുറെ അതായിരുന്നു ആഗ്രഹം. ഈ പൂമ്പാറ്റയെ കുറിച്ച് അറിയില്ലേ? ഒരു പൂവിൽ നിന്നും തേൻ നുകർന്ന ശേഷം മറ്റൊരു പൂ തേടി പോകുന്ന ഭംഗിയുള്ള പാറി പറന്നു കിടക്കുന്ന പൂമ്പാറ്റകൾ. അതുപോലെ ഞാനും. പിന്നെ ചില നേരങ്ങളിൽ ഈ കള്ളും കഞ്ചാവും കൂടി ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ ഒരു കാച്ചങ്ങ് കാച്ചും. ആ സമയം മാത്രം എന്നിലെ സൈക്കോ പുറത്തു വരും. അപ്പോഴാ ശരിക്കും ഞാനൊരു കില്ലറായി മാറുന്നത്. ഒന്ന് രണ്ട് തവണ ആ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഫിലിം സ്റ്റാർ തോമസ് ജേക്കബിനെ കുറിച്ച് അറിയോ? അയാളുടെ ഒരേ ഒരു മകൾ സോന തോമസ് ജേക്കബ്. അവൾ എന്നെ ചതിക്കാൻ നോക്കിയപ്പോ ഞാൻ ഈ അറ്റംപ്റ്റിന് മുതിർന്നു. പാവം രക്ഷപ്പെട്ടു. സ്വബോധം വന്നപ്പോഴും എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യാൻ പോയത് തെറ്റായി പോയെന്ന്. അവളോട് ഞാൻ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ അവള് പിന്നെ എന്നോട് ഫ്രണ്ട്ഷിപ്പിന് കൂടിയിട്ടില്ല. ഇപ്പൊ തന്നെ രാവിലെ രണ്ടര അടിക്കാത്തോണ്ട് എന്റെ കൈ വറയ്ക്കുക. സോറി. സോറി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടായി. ദക്ഷ വിചാരിച്ച എന്നെ മാറ്റിയെടുക്കാം.